അച്ഛനെ 3 ചായ, 1 പാല് കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവന് ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞ 2 ചായയിലേക്ക് ഇട്ടേക്കട്ടാ. പഞ്ചാബി ഹൗസിലെ ഈ കണ്ട സീൻ നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടല്ലേ? ഇതിൽ ഗംഗാധര മുതലാളി നമ്മുടെ ജപനോട് അല്ലെങ്കിൽ ഉണ്ണിയോട് കാണിച്ചത് ചെറിയ രീതിയിലുള്ളൊരു ഇന്നീക്വാലിറ്റിയാണ് അല്ലെങ്കിൽ അസമത്വമാണ്. സോ എന്താണ് ഇന്നീക്വാലിറ്റി? തുല്യമായി, ഈക്വലായി ട്രീറ്റ് ചെയ്യാത്ത അവസ്ഥയാണ് നമ്മൾ ഇന്നീക്വാലിറ്റി എന്ന് പറയാം. ഇനി മാത്സിലോട്ടോ അല്ലെങ്കിൽ റീസണിങ്ങിലോട്ടോ വരുമ്പോൾ 2 ക്വാണ്ടിറ്റികൾ ഈക്വൽ അല്ലാത്ത അവസ്ഥയെ, മേ ബി നമ്പേഴ്സ് ആയിരിക്കാം, 2 നമ്പേഴ്സ് ഈക്വൽ അല്ലാത്ത അവസ്ഥയെ നമുക്ക് ഇൻഇക്വാലിറ്റി എന്ന് പറയാം. അപ്പോൾ ഈക്വൽ അല്ല, തുല്യമല്ല എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെ ആവാം? വേണമെങ്കിൽ എന്താവാം? ചെറുതായിക്കൂടെ? യെസ്. അതായത് ആദ്യത്തെ നമ്മുടെ ഇൻഇക്വാലിറ്റി സിമ്പിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നോക്കിയേ, എ ലെസ് ദാൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബിയേക്കാളും ചെറുതാണ്. അടുത്ത ഇൻഇക്വാലിറ്റി സിമ്പിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണ്, ഒന്ന് വലുതാണ് എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, എ ഗ്രേറ്റർ ദാൻ ബി. എന്താണ് അർത്ഥം? എ ബിയേക്കാളും വലുതാണ്. അടുത്ത നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ഇതിനെ വായിക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ നോക്കിയേ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എന്താ? എ ബിയേക്കാളും ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആണ്. റൈറ്റ്. ഇനി അടുത്ത നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എന്താ? എ ബിയേക്കാളും വലുതോ അല്ലെങ്കിൽ തുല്യമോ ആണ്. ഇനി പ്രധാനമായിട്ടും ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് നമ്മുടെ ഇൻഇക്വാലിറ്റീസിലുള്ളത്. ഇവിടെ അഗൈൻ എക്സാമിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈക്വൽ ടുവും കാണാറുണ്ട്. ഈക്വൽ ടു ഒരിക്കലും ഇൻഇക്വാലിറ്റി അല്ല, അത് ഈക്വൽ ആയിട്ടുള്ള അവസ്ഥയാണ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, എ ഈക്വൽ ടു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എയും ബിയും തുല്യമാണ്. ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ റീസണിങ്ങിലോട്ട് വരുമ്പോൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിലായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ ഇൻഇക്വാലിറ്റിയിലെ ചോദ്യങ്ങൾ എങ്ങനെ വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ്, 1-2 സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കിയാലോ? റൈറ്റ്. അപ്പോൾ നമ്മൾ എക്സാമിലോട്ട് പോകുമ്പോൾ ഏകദേശം ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, ഒരു ഇൻഇക്വാലിറ്റി എക്സ്പ്രഷനാണ് സ്റ്റേറ്റ്മെൻറ്റിൽ തരിക. ഇതിന് നമ്മൾ ഇൻഇക്വാലിറ്റി എക്സ്പ്രഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് താഴെ കുറച്ച് കൺക്ലൂഷൻസ് ആണ് ഉണ്ടാവുക. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിഗമനമാണ്. എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ നമുക്ക് ഇതുപോലെ 2 കൺക്ലൂഷൻസ് ഉണ്ടാവും. മാത്രമല്ല ആ കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടോപ്പിക്കുകളിലും പറയാറുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 100% ശരിയാണ്. സോ ഇവിടെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് താഴെ കാണിച്ചിരിക്കുന്ന കൺക്ലൂഷൻസ് അല്ലെങ്കിൽ നിഗമനങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ മെത്തേഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. യെസ്, ഫിൽട്ടർ മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ കാണുന്ന ഇൻഇക്വാലിറ്റി ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫിൽട്ടർ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം ഈ പറയുന്ന ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതല്ലേ നല്ലത്? റൈറ്റ്. യെസ്. അപ്പോൾ ഫിൽട്ടർ മെത്തേഡിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ഇൻഇക്വാലിറ്റി സിമ്പിൾസിനെല്ലാം നമ്മൾ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോന്നുമായിട്ട് അതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. യെസ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് പറയുന്ന സിമ്പലിനെ നമ്മളൊരു സാധാരണ പൈപ്പായിട്ട് കൺസിഡർ ചെയ്യാം. സാധാരണ പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1 വേ പൈപ്പാണ്. അപ്പോൾ നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് പറയുന്ന സിമ്പൽ ഇനി ഇല്ല. നമ്മൾ അതിനെ പറയാൻ പോകുന്നത് ഒരു 1 വേ പൈപ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ കൂടെ മാത്രമേ, ഒരു ദിശയിലോട്ട് മാത്രമേ എന്ത് പോവുള്ളൂ? വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഗ്രേറ്റർ ദാനെയും ലെസ് ദാൻ സിമ്പലെയും നമുക്ക് എന്ത് പറയാം? ഒരു 1 വേ പൈപ്പായിട്ട്, ഒരു ദിശയിൽ മാത്രം ഫ്ലോ ഉള്ള ഒരു പൈപ്പായിട്ട് ഇനി അങ്ങോട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ സിമ്പൽ ഉണ്ട്. അപ്പോൾ ഈ സിമ്പലിൻ്റെ പ്രത്യേകത നോക്കിയേ, ഇവിടെയാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് ഓപ്പണിംഗ്, ഇത് ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഈ വെള്ളം എപ്പോഴും, അല്ലെങ്കിൽ ജ്യൂസ് ആയിക്കോട്ടെ എന്താണെങ്കിലും എപ്പോഴും എങ്ങനെ പോവുള്ളൂ? ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിൽ കൂടെ പോയിട്ട് ഇങ്ങനെ മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളതിന് എന്ത് പറയുന്നത്? ഒരു 1 വേ പൈപ്പാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ലെസ് ദാൻ സിമ്പിൾ എടുത്താലും അത് തന്നെയാണ് അവസ്ഥ.
ഓപ്പണിങ്ങിൽ കൂടെ മാത്രമേ എന്താവുന്നുള്ളൂ, വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനൊരു സിമ്പൽ നമുക്ക് ഉണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിക്കോട്ടെ ലെസ് ദാൻ ആയിക്കോട്ടെ, ഈ ഓപ്പണിങ്ങിൽ കൂടെ മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ, ഇതിൽ കൂടെ ഫ്ലോ ഉണ്ടാവില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കിവിടെ ഒന്നുകൂടെ നോക്കിയാലോ. സി, ഒരിക്കലും എന്താവില്ല, ഇങ്ങനെ ഫ്ലോ ഇല്ല, ഒരിക്കലും ആ രീതിയിൽ ഫ്ലോ ഉണ്ടാവില്ല. ഇങ്ങനെ മാത്രമേ ഇവിടെ നമുക്ക് ഫ്ലോ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് നമ്മളിനി പറയേ ഇല്ല. അതെന്താ? ഫിൽട്ടർ ഇല്ലാത്ത ഒരു സാധാരണ വൺ വേ പൈപ്പാണ്. അപ്പോൾ ഫിൽട്ടർ ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ഫിൽട്ടർ ഉള്ളത് ഉണ്ടാവുന്നൊരു കൺഫ്യൂഷൻ വന്നില്ലേ? അപ്പോൾ ഫിൽട്ടർ ഉള്ള പൈപ്പ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ ജ്യൂസ് ആണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജ്യൂസ് ആണ് എല്ലാത്തിൽ കൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ടാങ്ക് എടുക്കാം, മഞ്ഞ കളറുള്ളൊരു ജ്യൂസാണ് എന്ന് പറയുമ്പോൾ സാധാരണ പൈപ്പിൽ കൂടെ നമ്മൾ ജ്യൂസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന പുറത്ത് വരുന്നത് എന്തായിരിക്കും? എപ്പോഴും ജ്യൂസ് തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് മഞ്ഞ കളർ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനാണ് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞ ജ്യൂസ് ടാങ്ക് ആണ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിൽട്ടർ ഇല്ലാത്ത സാധാരണ പൈപ്പാണിത്. അതുകൊണ്ട് എന്താ, ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഫിൽട്ടർ ഒന്നുമില്ല, ജ്യൂസ് തന്നെ പുറത്തോട്ട് വരും. അപ്പോൾ ഫിൽട്ടറുള്ള പൈപ്പ് ഉണ്ടാവുമല്ലോ, റൈറ്റ്. അപ്പോൾ ഫിൽട്ടറുള്ള പൈപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പലിനെയും അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പലിനെയുമാണ്. ഇവിടെയും വൺ വേ പൈപ്പ് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഫ്ലോ ഈ രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വൺ വേ തന്നെയാണ്, ഒരു വഴി മാത്രമല്ലേ ഉള്ളൂ. നോക്കേ, ഇതല്ലേ ഓപ്പണിംഗ്. അപ്പോൾ ഇങ്ങനെ മാത്രമേ ജ്യൂസ് അല്ലെങ്കിൽ വെള്ളം ഫ്ലോ ഉണ്ടാവത്തുള്ളൂ. ഒരിക്കലും എന്താണ്, ഇങ്ങനെ ഫ്ലോ ഉണ്ടാവില്ല. മനസ്സിലായോ? ഒരിക്കലും ഇങ്ങനെ ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ഫിൽട്ടറുള്ള പൈപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ജ്യൂസാണ് കൊടുക്കുന്നതെങ്കിൽ പുറത്ത് എന്തായിരിക്കും വരിക? ജ്യൂസിന് അങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുക, അല്ലേ? അപ്പോൾ നമ്മൾ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഫിൽട്ടറുള്ള പൈപ്പ് ആവുമ്പോൾ പുറത്തേക്ക് എന്താ വരിക? യെസ്, ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും പുറത്തോട്ട് വരിക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു ടു വേ പൈപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് എങ്ങനെയാ? ഇങ്ങോട്ടും ഉണ്ട് ഫ്ലോ, അതേപോലെ തന്നെ ഇങ്ങോട്ടും ഉണ്ട്. രണ്ട് ഡയറക്ഷനിലോട്ടും വെള്ളം ഫ്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ ജ്യൂസ് ആണെങ്കിൽ ജ്യൂസിൻ്റെ ഫ്ലോ അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പ് ഒരു വേ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ, ഒരു ദിശയിലോട്ട് മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ. ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസ് തന്നെ ആയിരിക്കും പുറത്ത് വരിക. ഇനി ഫിൽട്ടറുള്ള പൈപ്പാകുമ്പോൾ എന്താണ് അവസ്ഥ? ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമാണ് പുറത്ത് വരിക, അതും ഒരു വഴി മാത്രമേ നമുക്ക് ഫ്ലോ ഉണ്ടാവത്തുള്ളൂ, അല്ലേ? ഓപ്പണിംഗ് എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ, റൈറ്റ്. ഈക്വൽ ടു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണിത് എക്സാമിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിയാലോ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ഓക്കെ, പി ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാനോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഒന്നും വേണ്ട, നമുക്ക് ഫിൽട്ടർ ഉള്ള പൈപ്പ് ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പ് ആ രീതിയിൽ മതി. അപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെന്താണ് അവസ്ഥ? പിയിൽ നിന്ന് ആറിലോട്ട് എന്തെത്തണം? ജ്യൂസ് എത്തണം, അല്ലേ? ഇതെന്താണ് അർത്ഥം? ഫിൽട്ടർ ഇല്ലാത്ത സാധാരണ പൈപ്പാണ്. അപ്പോൾ പിയിൽ നിന്ന് ആറിലോട്ട് ജ്യൂസ് എത്തണമെങ്കിൽ എന്തായാലും എന്ത് വേണം? ജ്യൂസിന് പോകാനുള്ള വഴി ഉണ്ടാവണം. എല്ലാം ഒരേ ദിശയിലായിരിക്കണം ഇടയിൽ വരുന്ന പൈപ്പുകൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. പിയിൽ നിന്ന് ക്യൂയിലോട്ടെത്തി, വഴിയുണ്ട്. ക്യൂയിൽ നിന്ന് ആറിലോട്ടെത്തി, അല്ലേ? അപ്പോൾ എന്തായാലും പിയിൽ നിന്ന് ആറിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കാണാം ഒരു ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു ഫിൽട്ടർ ഉള്ള പൈപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാം. നമുക്ക് ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പാണ് ചോദ്യത്തിലുള്ളതെങ്കിൽ, അതായത് പിയിൽ നിന്ന് ആറിലോട്ട് എത്തുമ്പോൾ ഒരു ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പാണ് കാണുന്നത്. അപ്പം നമുക്ക് എന്ത് നോക്കണം? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലും അതുപോലെ പിയിൽ നിന്ന് ആറിലോട്ട് പോകുന്ന വഴിയിൽ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ എന്തുണ്ടായിരിക്കണം? ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പ് ഉണ്ടായിരിക്കണം. ഇത് മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നോക്കുക, പിയിൽ നിന്ന് ക്യൂവിലെത്തി, ക്യൂവിൽ നിന്ന് ആറിലോട്ട് കൃത്യമായിട്ട് ജ്യൂസിനെത്താൻ വഴിയുണ്ട്. ഇനി മാത്രമല്ല ഒരു ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 100% ശരിയായിട്ടുള്ള കൺക്ലൂഷനാണ്. മനസ്സിലായോ? ഫിൽട്ടർ ഇല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഫിൽട്ടർ ഇല്ലാത്തത് നമുക്ക് ഉണ്ടാവണം. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കൺക്ലൂഷനിൽ നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ വായിച്ചാൽ മതി? സി, ആറിൽ നിന്ന് പിയിലോട്ട് എത്തിയാൽ മതി ജ്യൂസ്. അങ്ങനെ ചെയ്താൽ പോരെ? ആറിൽ നിന്ന് പിയിലോട്ട് നമുക്ക് എത്തണം. അപ്പോൾ നോക്കുക, ആറിൽ നിന്ന് പിയിലോട്ട് പോകാൻ വഴിയുണ്ടോ? ആറിൽ
പൈപ്പിന്റെ ഓപ്പണിങ്ങേ ഇല്ല അല്ലേ, ആറിന്ന് ഇങ്ങോട്ട് ക്യൂലോട്ടേ എത്താൻ പറ്റില്ല, പിന്നെ എങ്ങനെയാണ് പിയിലോട്ട് എത്തുക? അതുകൊണ്ട് തന്നെ ഇതെന്തായാലും തെറ്റായിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. ശ്രദ്ധിച്ചോ, ആറിൽ നിന്ന് പിയിലോട്ട് പോകാനേ വഴിയില്ല. നമുക്ക് നോക്കുക, ആറില് ഇങ്ങനെ ഓപ്പണിംഗ് ഉള്ള പൈപ്പ് കാണണം. എവിടെ കാണുന്നു? ആറിൽ ക്ലോസ് ചെയ്ത ഭാഗമാണ് കാണുന്നത്. ഒരിക്കലും ആറിൽ നിന്ന് ജ്യൂസിന് പോകാനുള്ള വഴിയേ ഇല്ല, പിന്നെ എങ്ങനെയാണ് അത് പിയിലോട്ട് എത്തുക അല്ലേ? അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കൺക്ലൂഷൻ ഇവിടെ തെറ്റാണ്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് യെസ് തന്നിട്ടുണ്ട്, പിയിൽ നിന്ന് ആറിലോട്ട് ജ്യൂസ് എത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പിയിൽ നിന്ന് ആറിലോട്ട് എത്തണമെങ്കിൽ എല്ലാ പൈപ്പുകളും ഒരേ ദിശയിലോട്ടായിരിക്കണം. മാത്രമല്ല മിനിമം ഒരെണ്ണമെങ്കിലും ഈ ഫിൽട്ടർ ഇല്ലാത്ത ഈ ഡയറക്ഷനിലുള്ള പൈപ്പായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, പിയിൽ നിന്ന് ക്യൂയിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. ബട്ട് അഗെയിൻ ഇവിടെ ബ്ലോക്കായി, പൈപ്പ് ഇവിടെ ക്ലോസ്ഡ് എൻഡ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് പൈപ്പിന് അല്ലെങ്കിൽ വെള്ളത്തിന് പോകാനുള്ള വഴിയില്ല. പിയിൽ നിന്ന് ക്യൂയിലോട്ട് എത്തി, മറിച്ച് ക്യൂയിൽ നിന്ന് ആറിലോട്ട് ഫ്ലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്തായാലും തെറ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. ക്ലിയർ ആവുന്നില്ലേ? റൈറ്റ്, നമുക്ക് കുറച്ചുകൂടെ കൺക്ലൂഷൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യെസ്. താഴെ ഒരു കൺക്ലൂഷൻ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. യെസ്, പിയിൽ നിന്ന് ആറിലോട്ട് എന്താണ് എത്തുക? ഇവിടെ ഫിൽട്ടർ ഉള്ള പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പിയിൽ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആറിൽ എന്തെത്തണം? ക്ലിയർ ആയിട്ടുള്ള വെള്ളം എത്തണം അല്ലേ. പിയിൽ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആറിൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം എത്തണം. കാരണം എന്താ? ഫിൽട്ടർ ഉള്ള പൈപ്പാണ്. അപ്പം നമ്മൾ നോക്കുക, നമ്മുടെ കൺക്ലൂഷനിൽ ഫിൽട്ടർ ഉള്ള പൈപ്പാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പ്യുവർ ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ആറിലെത്തേണ്ടത് എങ്കിൽ എന്ത് വേണം? ഈ പോകുന്ന വഴിയിൽ എല്ലാത്തിലും നിർബന്ധമായിട്ടും ഫിൽട്ടർ ഉള്ള പൈപ്പായിരിക്കണം. ഒരെണ്ണമെങ്കിലും ഫിൽട്ടർ ഇല്ലാത്തതുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം എത്തില്ല, അത്ര തന്നെ. മനസ്സിലായോ? അപ്പോൾ കംപ്ലീറ്റ് പ്യുവർ ആയിട്ടുള്ള വെള്ളമാണ്, അല്ലെങ്കിൽ ആ ജ്യൂസിനെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആറിലോട്ട് എത്തണമെങ്കിൽ പോകുന്ന എല്ലാ വഴിയിലും അല്ലെങ്കിൽ പോകുന്ന എല്ലായിടത്തും നമുക്ക് ഫിൽട്ടർ ഉള്ള പൈപ്പ് തന്നെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, യെസ്, പിയിൽ നിന്ന് ക്യൂവിലോട്ട് പോകാൻ വഴിയുണ്ട് അല്ലേ, ഓപ്പണിംഗ് പിയുടെ ഭാഗത്താണ്. അപ്പോൾ പിയിൽ നിന്ന് ക്യൂവിലോട്ട് എത്തി, ക്യൂവിൽ നിന്ന് ആറിലോട്ടും എത്തി. അപ്പോൾ നമുക്ക് ഫ്ലോ ഉണ്ട്, ജ്യൂസിന് എത്താൻ പറ്റും. ബട്ട് എന്താണ് ഇവിടെ കൺക്ലൂഷനിൽ എന്തായിരുന്നു? നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഫിൽട്ടർ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ പിയിൽ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആറിൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം എത്തണം എന്ന് പറയുമ്പോൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഈ പറയുന്ന ഫിൽട്ടർ ഉള്ള പൈപ്പ് തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. ആണല്ലോ, പക്ഷെ നോക്കുക, ഇവിടെ ഫിൽട്ടർ ഇല്ല. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം എത്തോ? ഇല്ല. അപ്പോൾ ഈ കൺക്ലൂഷൻ എന്താ? തെറ്റായിട്ട് പോയി. മനസ്സിലായോ? അപ്പോൾ ഫിൽട്ടർ ഉള്ള പൈപ്പാണ് നമ്മുടെ കൺക്ലൂഷനിൽ ഉള്ളതെങ്കിൽ ഈ പോകുന്ന വഴിയെല്ലാം ഓഫ്കോഴ്സ് നമുക്കറിയാം എല്ലാം ഒരേ ദിശയിലോട്ടായിരിക്കണം പൈപ്പുകൾ ഉണ്ടാവേണ്ടത്. മാത്രമല്ല എല്ലാ പൈപ്പുകളും എങ്ങനെയായിരിക്കണം? ഫിൽട്ടർ ഉള്ളതായിരിക്കണം. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ഒരു കൺക്ലൂഷൻ നോക്കാം. യെസ്, ഇവിടെ പറയുന്നത് എന്താ? പി യെസ് ആറിലോട്ട് എത്തണം, ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ അല്ലേ. പിയിൽ നിന്ന് ആറിലോട്ട് എത്തണം, ഫിൽട്ടർ ഉള്ള പൈപ്പാണ് ഇടയിലുള്ളത്. അപ്പോൾ പിയിൽ നിന്ന് ആറിലോട്ട് ജ്യൂസിന് പോകാൻ വഴിയുണ്ടായിരിക്കണം. മാത്രമല്ല പോകുന്ന എല്ലാ സ്ഥലത്തും ഫിൽട്ടർ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും ആറിലെത്തുക. അപ്പോൾ നമ്മൾ നോക്കി, പിയിൽ നിന്ന് ക്യൂവിലോട്ട് എത്തുന്നുണ്ട് അല്ലേ, ക്യൂവിൽ നിന്ന് ആറിലോട്ട് എത്തുന്നുണ്ട്. മാത്രമല്ല നമുക്കിവിടെ കാണാൻ പറ്റും, യെസ്, രണ്ടിലും അല്ലെങ്കിൽ പോകുന്ന എല്ലാ സ്ഥലത്തും ഫിൽട്ടർ ഉള്ള പൈപ്പ് തന്നെയാണ് എന്ന് പറയുമ്പോൾ പിയിൽ നിന്ന് ആറിലോട്ട് എത്തുന്നത് എന്തായിരിക്കും? ക്ലിയർ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള വെള്ളമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൺക്ലൂഷൻ ഇവിടെ ശരിയായിട്ടുള്ള കൺക്ലൂഷനാണ്. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കാണാം. യെസ്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കൺക്ലൂഷൻ നമുക്ക് നോക്കാം. പിയിൽ നിന്ന് ആറിലോട്ട് എന്തെത്തണം അല്ലേ? പിയിൽ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആറിൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം എത്തണം. കാരണം ഫിൽട്ടർ ഉള്ള പൈപ്പാണ് നമുക്ക് ഇടയിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ കൺക്ലൂഷനിൽ അല്ലെങ്കിൽ നിഗമനത്തിൽ. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം ഫ്ലോ ഉണ്ടോ, വഴിയുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ പിയിൽ നിന്ന് ക്യൂവിലോട്ട് വഴിയുണ്ട്, ക്യൂവിൽ നിന്ന് ആറിലോട്ടും വഴിയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഫിൽട്ടർ ഉള്ള പൈപ്പാണെങ്കിൽ പോകുന്ന വഴിയിൽ എല്ലാത്തിലും ഫിൽട്ടർ ഉണ്ടാവണമെന്ന് പറഞ്ഞു. പക്ഷേ ഈക്വൽ ടു വരുമ്പോൾ എന്താ പ്രത്യേകത? ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ഒരു സാധാരണ 2-വേ പൈപ്പ് അല്ലേ. അപ്പോൾ അതിനെ ബാധിക്കില്ല. കാരണം പിയിൽ നിന്ന് ക്യൂവിലെത്തി അല്ലേ, ക്യൂ മാറും ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ വേണമെങ്കിൽ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ അല്ലേ, ഇങ്ങനെ എഴുതിക്കൂടെ? യെസ്, ഇങ്ങനെ എഴുതാം. എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? പിയിൽ നിന്ന് ആറിലോട്ട് എത്തുന്നത്
ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആറിൽ നിന്ന് പുറത്ത് വരുന്നത് ക്ലിയർ ആയിട്ടുള്ള വെള്ളം തന്നെയാണ്. കാരണം ഈ പോകുന്ന വഴിയിലിടയ്ക്ക് എല്ലാത്തിലും എന്തുണ്ട്, ഫിൽട്ടർ ഉള്ള പൈപ്പ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈക്വൽ ടു വരുമ്പോൾ ഈ രീതിയിൽ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. എന്ന് പറയുമ്പോൾ പിയിൽ നിന്ന് ആറിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഫിൽട്ടർ ഉള്ള പൈപ്പ് ഇടയിലുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിലും ഫിൽട്ടർ വേണം. ഈക്വൽ ടു വരുമ്പോൾ ആക്ച്വലി ഈക്വൽ ടു എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ 2 വേ പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂവും ആറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് പിയിലോട്ട് അല്ലെങ്കിൽ പിയിൽ നിന്ന് ആറിലോട്ട് എത്തുന്നത് ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണെന്ന് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഫിൽട്ടർ ഉള്ള പൈപ്പ് നമ്മുടെ നിഗമനത്തിൽ കൺക്ലൂഷനിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോകുന്ന വഴിക്ക് എല്ലാത്തിലും എന്തുണ്ടാവണം, ഈ പറയുന്ന ഫിൽട്ടർ ഉള്ള പൈപ്പ് ഉണ്ടാവണം. ഇതുപോലെ 2 വേ പൈപ്പ് അല്ലെങ്കിൽ ഈക്വൽ ടു വരുമ്പോൾ അത് നമ്മൾ ആക്ച്വലി ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് താഴെ ഒരു കൺക്ലൂഷൻ ഉണ്ട്. യെസ്, എന്താ, പിയിൽ നിന്നും ആറിലോട്ടും ഫ്ലോ ഉണ്ട്, ആറിൽ നിന്ന് പിയിലോട്ടും ഫ്ലോ ഉണ്ട്. ഒരു 2 വേ പൈപ്പാണ്. ഈക്വൽ ടു എന്താ, ഒരു 2 വേ പൈപ്പാണ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഇടയ്ക്കും ഇതുപോലെ 2 വേ പൈപ്പ് ഉണ്ടാവണം. അത് മാത്രമേ ഉള്ളൂ. അതായത് നോക്കുക, പിയിൽ നിന്ന് ക്യൂവിലെത്തി, ക്യൂവിൽ നിന്ന് ആറിലെത്തി, ആറിൽ നിന്നും ക്യൂവിലെത്താൻ പറ്റും, അതുപോലെ ക്യൂവിൽ നിന്ന് പിയിലും എത്താൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ഇല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു 2 വേ പൈപ്പാണെങ്കിൽ പോകുന്ന വഴിക്ക് എല്ലാത്തിലും നിർബന്ധമായിട്ടും ഈ കാണുന്ന രീതിയിലുള്ള 2 വേ പൈപ്പ് തന്നെ വേണം, അല്ലെങ്കിൽ ഈക്വൽ ടു സിമ്പിൾ തന്നെ വേണം. മനസ്സിലായല്ലോ? അപ്പോൾ ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പാണെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ജ്യൂസിന് പോകാൻ വഴിയുണ്ടോ, റൈറ്റ്. പിന്നെന്താ, ഒരെണ്ണമെങ്കിലും മിനിമം ഒരെണ്ണമെങ്കിലും ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പ് പോകുന്ന വഴിക്ക് ഉണ്ടായിരിക്കണം, റൈറ്റ്. ഇനി ഫിൽട്ടർ ഉള്ള പൈപ്പാണെങ്കിലോ എല്ലാത്തിനും ഇടയ്ക്കും നിർബന്ധമായിട്ടും ഫിൽട്ടർ ഉള്ള പൈപ്പുകൾ തന്നെ ഉണ്ടായിരിക്കണം. ഈക്വൽ ടു വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായത്. ഇനി ഈ കാണുന്ന രീതിയിൽ നമ്മുടെ 2 വേ പൈപ്പ് അല്ലെങ്കിൽ ഒരു ഈക്വൽ ടു വരുമ്പോൾ നിർബന്ധമായിട്ടും എല്ലാത്തിനും ഇടയ്ക്കും ഈക്വൽ ടു സിമ്പൽ ഉണ്ടാവണം. ഇനി നമുക്ക് യെസ് ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം, റൈറ്റ്. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിന് താഴെ കുറച്ച് കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് കുറേ ഓപ്ഷൻസും പറയുന്നുണ്ട് അല്ലേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നൈദർ കൺക്ലൂഷൻ 1 nor 2 is true, രണ്ടും ശരിയല്ല, രണ്ടും തെറ്റാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓൺലി കൺക്ലൂഷൻ 2 is true, രണ്ട് മാത്രമാണ് ഇവിടെ ശരിയെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി പറയുന്നത് ഓൺലി കൺക്ലൂഷൻ 1 is true, ഒന്ന് മാത്രമാണ് ശരി. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബോത്ത് കൺക്ലൂഷൻസ് 1 and 2 are true, രണ്ടും ശരിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക വേണ്ട. ആദ്യം നോക്കേണ്ടത് എന്താ, കൺക്ലൂഷനാണ്, നമ്മുടെ നിഗമനമാണ്. അപ്പോൾ നോക്കുക, ആദ്യത്തെ നിഗമനം ഇതാ, എന്താണ്, എല്ലിൽ നിന്ന് ജയിലോട്ട് എന്തെത്തണം, ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പല്ലേ. സോ എല്ലിൽ നിന്ന് ജയിലോട്ട് എന്തെത്തുക, ജ്യൂസാണ് എത്തുക. ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പായതുകൊണ്ട് ആദ്യം എല്ലിൽ നിന്ന് ജയിലോട്ട് ഫ്ലോ ഉണ്ടാവണം. മാത്രമല്ല ഒരെണ്ണമെങ്കിലും ഈ കാണുന്ന ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എവിടെ എല്ല്. യെസ്, ഇതാണ് നമ്മുടെ എൽ എന്ന് പറയുന്നത് അല്ലേ, എല്ല്. അപ്പോൾ എല്ലിൽ നിന്ന് കൃത്യമായിട്ട് ഐയിലോട്ട് വഴിയുണ്ട്, ഐയിൽ നിന്ന് ജയിലോട്ടും വഴിയുണ്ട് നമുക്ക്. മാത്രമല്ല ഈ പോകുന്ന വഴിക്കിടയിൽ ഒരു ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നാമത്തെ കൺക്ലൂഷൻ 100% ശരിയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ നിഗമനത്തിലോട്ട് പോവാം. എന്നിൽ നിന്ന് എല്ലിലോട്ട് എത്തണമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്നിൽ നിന്ന് എല്ലിലോട്ട് ജ്യൂസിന് പോകാൻ വഴിയുണ്ടായിരിക്കണം, പൈപ്പ് എല്ലാം ഒരേ ദിശയിലോട്ടായിരിക്കണം. മാത്രമല്ല മിനിമം ഒരെണ്ണമെങ്കിലും ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, എന്നിൽ നിന്ന് എമ്മിലോട്ട് പോയി, എന്താ അവസ്ഥ, എമ്മിൽ വേറെ രീതിയിലുള്ള പൈപ്പാണ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത ഭാഗമാണ് എമ്മിനടുത്ത്. അപ്പോൾ ഒരിക്കലും എന്താണ്, ഇനി അങ്ങോട്ട് ഫ്ലോ ഇല്ല. പിന്നെ എങ്ങനെയാണ് എല്ലിലെത്തുക, ഫ്ലോയേ ഇല്ല എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷൻ ഇവിടെ തെറ്റാണ്. അപ്പോൾ ഇവിടെ ഒന്ന് മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ സി, ഓൺലി കൺക്ലൂഷൻ 1 ഈസ് ട്രൂ. ഇനി അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താലോ, റൈറ്റ്. അഗെയിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിന് താഴെ 2 കൺക്ലൂഷൻസും ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമേ നോക്കണ്ട, ആദ്യം നമുക്ക് കൺക്ലൂഷൻ നോക്കാം. യെസ്, ആദ്യത്തെ കൺക്ലൂഷൻ എന്താ, ഈ കാണുന്ന രീതിയിൽ പിയിൽ നിന്ന് എസ്സിലോട്ട് എന്തെത്തണം, ഫിൽട്ടർ ഇല്ലാത്ത പൈപ്പല്ലേ, ജ്യൂസ് എത്തണം. അപ്പോൾ പിയിൽ നിന്ന് എസ്സിലോട്ട് ജ്യൂസിന് പോകാൻ വഴിയുണ്ടായിരിക്കണം. മാത്രമല്ല അവർക്കിടയിൽ ഒരെണ്ണമെങ്കിലും ഫിൽട്ടർ ഇല്ലാത്ത ഈ സാധാരണ പൈപ്പ് നമുക്ക് കാണണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് പി. യെസ്, സോ ഇതാണ് നമ്മുടെ പി ആണല്ലോ. സോ പി ക്യൂവിലോട്ട് പോവാം, 2 വേ പൈപ്പാണ്, കൃത്യമായിട്ട് ക്യൂവിലോട്ട് പോവാം. ക്യൂവിൽ നിന്ന് എന്നിലോട്ട് പോകാൻ വഴിയുണ്ടോ,
ഇല്ല. പിന്നെ എങ്ങനെ എസ്സിലെത്താനാ? അവിടെ തന്നെ പൈപ്പ് തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലോട്ട് പിന്റെ വലത് ഭാഗത്തോട്ട് ഫ്ലോ നടക്കില്ല. വലത് ഭാഗത്താണ് എസ്. ഇനി ഇടത് ഭാഗത്ത് കൂടെ പോകാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നിന്ന് നോക്കുക, ഫ്ലോ ഇല്ല അല്ലേ? ഇവിടെയും നമുക്ക് ഫ്ലോ ഇല്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവിടെ തെറ്റാണ്. കാരണം പിയിൽ നിന്ന് എസ്സിലോട്ട് പോകാൻ ഇവിടെ വഴി പോലും ഇല്ല. പൈപ്പുകളെല്ലാം ഒരേ ദിശയിലോട്ട് പോലും അല്ല. റൈറ്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. എന്താ പറയുന്നത്? യെസ്, ക്യൂയിൽ നിന്ന് ഇസഡിലോട്ട് എത്തണം. അപ്പോൾ നമുക്ക് നോക്കാം, എവിടെയാണ് ക്യൂ? സി, ഇതാണ് ക്യൂ. ക്യൂയിൽ നിന്ന് പിയിലോട്ട് നമുക്ക് പോകാൻ വഴിയുണ്ട്. ക്യൂയിൽ നിന്ന് പിയിലോട്ട് പോവാം. പിന്നെ വഴിയുണ്ടോ? ഇല്ല. പൈപ്പ് വേറെ ദിശയിലാണ്. പിന്നെ എങ്ങനെയാണ് ഫ്ലോ ഉണ്ടാവുക? ഇവിടെ രണ്ടും തെറ്റി അല്ലേ? രണ്ടും തെറ്റി. രണ്ടും തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? യെസ്, ഓപ്ഷൻ എ, neither conclusion 1 nor 2 is true ആണ് കറക്റ്റ് ആൻസർ ആവുക. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. യെസ്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന് താഴെ രണ്ട് കൺക്ലൂഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കൺക്ലൂഷൻ എന്താ? ഇതാ, ഈ കാണുന്ന രീതിയിലാണ് എഫിൽ നിന്ന് ഇസഡിലോട്ട് 2-way പൈപ്പാണ്. അപ്പോൾ നമുക്ക് എന്താ? എഫിൽ നിന്ന് ഇസഡിലോട്ട് മൊത്തം 2-way പൈപ്പുകളായിരിക്കണം. മൊത്തം ഈക്വൽ ടു ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് പറയണ്ട, 2-way പൈപ്പ് ആയിരിക്കണം. അപ്പോൾ എഫിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് എഫിൽ നിന്ന് ഇസഡിലോട്ട് കാണുന്ന റൂട്ട് അല്ലേ? എഫിൽ നിന്ന് ബിയിലോട്ട് എത്തി. ബിയിൽ നമുക്ക് പോകാൻ വഴി പോലും ഇല്ല. അല്ലെങ്കിലും ഈക്വൽ ടു അല്ലെങ്കിൽ ഈ പറയുന്ന 2-way പൈപ്പ് കാണുന്നുണ്ടോ? എഫിനും ഇസഡിനും ഇടയ്ക്ക് മൊത്തം ഈ കാണുന്ന 2-way പൈപ്പ് ആയിരിക്കണം. കാണുന്നില്ല. എന്തായാലും ഇത് തെറ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കൺക്ലൂഷൻ നിഗമനത്തിലോട്ട് വരുമ്പോൾ എന്താണ്? ഇയിൽ നിന്ന് ബിയിലോട്ട് എന്തെത്തണം? ജ്യൂസ് എത്തണം എന്നാണ് പറയുന്നത് അല്ലേ? ഇയിൽ നിന്ന് ബിയിലോട്ട് ജ്യൂസ് എത്തണം. അപ്പം നമുക്ക് നോക്കാം. ഇ ഇവിടെയുണ്ട് ആണല്ലോ. ഇതാണ് നമ്മുടെ ഇ. ഇയിൽ നിന്ന് എഫിലോട്ട് എത്താം. എഫിൽ നിന്ന് കൃത്യമായിട്ട് ബിയിലോട്ട് എത്താനും പറ്റുന്നുണ്ട്. മാത്രമല്ല അവർക്കിടയിൽ ഈ കാണുന്ന രീതിയിൽ ഒരെണ്ണമെങ്കിലും ഫിൽട്ടർ ഇല്ലാത്ത സാധാരണ പൈപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഇവിടെ ശരിയാണ്. സോ ആൻസർ എന്താ? ഓപ്ഷൻ സി, ഓൺലി കൺക്ലൂഷൻ 2 is ട്രൂ. മനസ്സിലായോ? സോ ഇതാണ് ആക്ച്വലി വാട്ട് നമ്മുടെ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. സോ വളരെ എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ട്രിക്കുകൾ എല്ലാ ടോപ്പിക്കുകളിലും എല്ലാ സബ്ജക്റ്റുകളിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? യെസ്, അതിനായി നിങ്ങൾക്ക് വേണ്ടി സൈലം അവതരിപ്പിക്കുന്നു RRB ഗ്രൂപ്പ് ഡി ടർബോ ബാച്ച്. സോ ഒട്ടും തന്നെ ടൈം കളയേണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം.